ഓം ശാന്തി. 7 ദിവസം കൃത്യമായി ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലും VIP ആയിരിക്കും, മറ്റുള്ളവരുടെ അടുത്തിലും VIP ആയിരിക്കും. VIP മീൻസ് വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ. പക്ഷെ അതിന് ചെയ്യേണ്ടതും വേറൊരു VIP തന്നെയാണ്. അതിൽ ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളെ ജീവിതത്തിൽ താഴ്ത്തുന്ന ഒരു പേഴ്സണാലിറ്റി ഉണ്ടെങ്കിലും അത് നിങ്ങൾ മാത്രമാണ്, മറ്റാരുമല്ല. കുറ്റം പറയാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. ഞാൻ എൻ്റെ ലൈഫിൽ എന്നും ചിന്തിക്കുന്ന ഒരു പ്രിൻസിപ്പിളുണ്ട്. ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു കാര്യം, നിന്നെക്കൊണ്ടാവില്ല ഇങ്ങനെ ഈ വീഡിയോ ചെയ്യാൻ തന്നെ ഞാൻ തുടക്കത്തൊട്ടുള്ള സമയം ഓർത്ത് നോക്കും. ആദ്യമായിട്ട് ചെയ്യാൻ പോയപ്പോൾ ഇങ്ങനെ എല്ലാ ദിവസവും ഒരു വീഡിയോ ഇടാൻ വേണ്ടിക്കൊണ്ട് സമയം കണ്ടെത്താൻ ഒരു സറണ്ടർ സിസ്റ്ററായി നിനക്ക് സാധിക്കുമോ? സെൻട്രൽ ക്ലാസ് എടുക്കണം, കോഴ്സ് എടുക്കണം, ആഹാരം ഉണ്ടാക്കണം, ക്ലീനിങ് സേവ ഉണ്ടായിരിക്കും, പുറത്തു പോകണം, ആക്ടിവിറ്റീസ് ഉണ്ടാവും, പ്രഭാഷണങ്ങൾ ഉണ്ടാവും. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഇടയിൽ കൂടെ ഒരു പ്രോഗ്രാമായി തുടങ്ങിയാൽ ഇത് നടക്കുന്ന കാര്യമാണോ എന്ന് എത്രയോ പേരെന്നോട് ചോദിച്ചു. അവരെല്ലാം ചോദിച്ചപ്പോൾ ഞാൻ എന്നോട് ഉത്തരം പറഞ്ഞു, അവരെക്കൊണ്ടാവില്ല, എന്നെക്കൊണ്ട് സാധിക്കും. എങ്ങനെ പുതിയ പുതിയ കാര്യങ്ങളെ കണ്ടെത്തും? മീഡിയയിലേക്ക് ഇറങ്ങുമ്പോഴാണ് മനസ്സിലാവുക വിഷയ ദാരിദ്ര്യം എന്നെന്നോടത്ത് പലരും പറഞ്ഞു. ഞാനപ്പോൾ വിചാരിച്ചു, ഈ ലോകം അതിവിശാലമാണ്, സാഗരമാണ്. അറിവിൻ്റെ സാഗരത്തിൻ്റെ ഒരു തുള്ളി പോലും കുടിക്കാൻ ഇപ്പോഴും നമ്മളെക്കൊണ്ട് സാധിച്ചില്ല. അവർക്കാവില്ലിരിക്കാം, എനിക്ക് സാധിക്കുമെന്ന് വിചാരിച്ചു. ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു 8 വർഷമായിട്ടും പലപ്പോഴും പല വീഡിയോസ് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്തിടേണ്ടി വന്നിട്ടുണ്ട്. അത് അത്രയും പീക്കായിട്ടുള്ള അവസ്ഥകൾ പോകുന്നത് കൊണ്ട് വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റാതെ വന്നതുകൊണ്ടാണ്, വിഷയ ദാരിദ്ര്യം കൊണ്ടല്ല. ഞാൻ പഠിക്കാൻ തുടങ്ങുമ്പോൾ ഏതൊരു ഫീൽഡിലും ഇനിയും അനന്തമായിരിക്കുന്ന വിഷയങ്ങളാണ്. പഠിച്ച് അനുഭവിച്ചു നോക്കി വീണ്ടും ചെയ്യാൻ എനിക്ക് സാധിക്കും എന്ന് ഇന്നും ഞാൻ വിശ്വസിക്കുന്നു. ആ ഒരു അനുഭവം, ആ ഒരു ഫീലിംഗ് എന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ട് നിങ്ങളുടെ അടുത്ത് നിന്ന് ഞാനത് പങ്കുവെച്ചു എന്ന് വെച്ചാൽ, ഒരിക്കലും മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് നിങ്ങൾ അതിനൊരു ഇരയായി മാറരുത്, വിക്ടിം ആവരുത്. ഒന്നാമത്തെ നമ്മൾ ചെയ്യേണ്ടത് അത് തന്നെയാണ്. ഈ യാത്രയിൽ കുട്ടിക്കാലം തൊട്ട് ഇന്ന് വരെയുള്ള എൻ്റെ അനുഭവം അങ്ങനെയാണ്. നീ എല്ലാം നേടിയെടുക്കുന്നവളാണ്, നീ എല്ലാതുമാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുവരുന്നവർ ആ റെയറായിട്ടുള്ള ആളുകൾക്ക് അങ്ങനെയും ചാൻസ് കിട്ടിയിരിക്കും, അവരുടെ മുജ്ജന്മകൃത സുഹൃതം. പക്ഷെ 99% ആളുകളും ഈ ലോകത്ത് മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിനക്കാവില്ല എന്ന് പറയാൻ വലിയൊരു വിഭാഗം നിൽക്കുമ്പോഴും അതൊന്നും കേൾക്കാതെ ചെവി അടച്ചു വെച്ചുകൊണ്ട് എനിക്ക് സാധിക്കുമെന്ന് സ്വയം എന്നോട് പറഞ്ഞ് മുന്നോട്ട് വരാൻ പറ്റുന്നവരേ ഉള്ളൂ. അതുകൊണ്ട് ആര് എന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ. ഒരു ബിസിനസ് തുടങ്ങുമ്പോഴാവാം, ലൈഫിൽ എന്തെങ്കിലും ഒരു പുതിയ കാര്യം, ഒരു പുതിയ അച്ചീവ്മെൻറ്റ്, ഈവൻ ഒരു എക്സസൈസ് പോലും തുടങ്ങി വെക്കുമ്പോൾ എത്ര ദിവസത്തേക്ക് മുല്ല പൂത്ത 3 ദിവസം എന്തെല്ലാം പഴഞ്ചൊല്ലുകളുടെ സപ്പോർട്ട് എടുത്തുകൊണ്ട് കേൾക്കേണ്ടി വരും. ചെവി അടച്ചിരിക്കണം. ഒരാൾ പറയുന്നത് കേൾക്കണ്ട, നമ്മളോട് സംസാരിക്കാൻ പറ്റണം. ആരെ എൻ്റെ അടുത്ത് പറയുമ്പോഴും ഉടനെ ഞാൻ എൻ്റെ ഉള്ളിൽ പറയാമായിരുന്നു, നിങ്ങൾക്ക് പറ്റില്ലായിരിക്കാം, എനിക്ക് പറ്റും. ശരിയായിരിക്കാം, നിങ്ങൾക്കത് പറ്റില്ല, എനിക്കത് പറ്റും. ഈ രീതിയിൽ എന്നോട് ഞാൻ എന്നും പറയാറുണ്ട്, ഇന്നും പറയാറുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഒരു സാഹചര്യത്തിലും അടിമയായിക്കൊണ്ട് ഒരു ഇരയായിക്കൊണ്ട് ഞാൻ കിടക്കാറില്ല. ഡോണ്ട് ബി എ വിക്ടിം. നിങ്ങളും ഇത് സ്വന്തമാക്കണം. ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും സ്വന്തമാക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ആഗ്രഹങ്ങളെ, ആശയങ്ങളെ മറ്റുള്ളവർക്ക് നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവാത്ത ഒരു വിജയിയായിരിക്കുന്ന ആളെ ഞാൻ കണ്ടിട്ടേയില്ല. അതുകൊണ്ട് മറ്റുള്ളവർ പറയുന്ന അനാവശ്യമായ കാര്യങ്ങൾക്ക് ചെവി അടച്ചു വെച്ചേക്കുക. മുന്നോട്ട് ഒരു ലക്ഷ്യം വെക്കുക, കാണണമെന്ന് മാത്രം. എവിടേക്കോ യാത്ര ചെയ്യരുത്. കുറച്ച് ദിവസം ഇങ്ങോട്ട് പോയി, കുറച്ച് ദിവസം അങ്ങോട്ട് പോയി, ഇങ്ങനെ യാത്ര ചെയ്യരുത്. എൻ്റെ ലക്ഷ്യം എന്ത്, നിർദ്ധാരിതമായ ഒരു ലക്ഷ്യം തിരഞ്ഞെടുത്തുകൊണ്ട്, ജീവിതത്തിൻ്റെ ഒരു ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട്, ഒരു വിഷൻ സെറ്റ് ചെയ്തുകൊണ്ട് യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കൂ. ആർക്കും നിങ്ങളെ ഇരയാക്കി തള്ളി വീഴ്ത്താൻ സാധ്യമല്ല. ഡോണ്ട് ബി എ വിക്ടിം. ഒന്നാമത്തെ ഡോണ്ട് ബി എ വിക്ടിം. രണ്ടാമത്തെ, മുന്നോട്ടുള്ള യാത്രയിൽ പലപ്പോഴും അനുഭവത്തിൻ്റെ കുറവ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും കർമ്മക്കണക്കുകൾ നമ്മളെ ഹിറ്റ് ചെയ്തിട്ടോ പല സാഹചര്യങ്ങൾ, കയറ്റിറക്കങ്ങളൊക്കെ ഉണ്ടാവാം. ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ കാശ്മീരിൽ സേവയ്ക്ക് വേണ്ടി പോകുമ്പോൾ
അവിടെ ഒരു പ്രോഗ്രാം വേണ്ടി മിലിറ്ററിയിൽ സേവ ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് ഞാൻ കണ്ടതാണ്. ഞങ്ങൾ ജമ്മുവിൽ നിന്ന് കാശ്മീരിലേക്കൊരു ക്വാളിസ് വണ്ടിയിൽ പോകുന്ന സമയത്ത് ദൂരെ നിന്ന് നോക്കുമ്പോൾ മനോഹരമായിരിക്കുന്ന ഗ്രാമങ്ങൾ, ഒരു കുന്ന് കയറി ഒരിറക്കം ഇറങ്ങിയിട്ട് ആ മനോഹരമായ താഴ്വാരത്തിലെത്തി. അതും കഴിഞ്ഞ് നിന്നില്ല യാത്ര, മുന്നോട്ട് പോയി. അപ്പം മേലെ നിൽക്കുന്നതായിരിക്കുന്ന മലകളിൽ മഞ്ഞ് കണ്ട് ആനന്ദിച്ചു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ആ മലയുടെ മുകളിലെത്തി, അതിൻ്റെയും താഴ്വാരത്തൊരു ഗ്രാമം. ജീവിതം ഇങ്ങനെയാണ് യാത്ര, കയറ്റിറക്കങ്ങളില്ലാതെ സദാ കയറിക്കൊണ്ടേ ഇരിക്കുന്നവരാരും ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ എന്നെക്കൊണ്ട് ഇനി മുന്നോട്ട് പോകാനാവില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെടാതെ കുറച്ച് സമയം ഇൻട്രോസ്പെക്ഷൻ, ആത്മപരിശോധനയ്ക്ക് വേണ്ടി കണ്ടെത്തുക. മീൻസ് ഇൻട്രോസ്പെക്ഷൻ. ഇമ്പോർട്ടൻ്റ് പേഴ്സണാലിറ്റി ആവണോ ഇൻട്രോസ്പെക്ഷൻ? എന്നെ ഞാൻ തന്നെ പരിശോധിക്കാൻ ആത്മപരിശോധനയ്ക്ക് വേണ്ടി കൊണ്ട് കുറച്ച് സമയം കണ്ടെത്തി. ദിവസവും നമുക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തി. ഇന്നത്തെ ദിവസം ഈ യാത്ര ഞാൻ എന്തൊക്കെ ചെയ്തു, ഇന്ന് ഞാൻ എങ്ങനെ ചെലവഴിച്ചു, ഇനി എനിക്ക് എങ്ങനെ മുന്നോട്ട് പോകണം. സപ്പോസ് ഒരു പ്രൊജക്റ്റ് എടുത്തു, അതിൽ ഫെയിലിയർ ആയെങ്കിൽ എന്തുകൊണ്ട് അതിൽ ഫെയിലിയർ ആയി, അതിൻ്റെ ഫാക്ടേഴ്സ് എന്തെന്ന് കണ്ടെത്തിക്കൊണ്ട് അതിൽ നിന്ന് പാഠം പഠിച്ചെടുത്ത ശേഷം ഒരു ഫുൾ സ്റ്റോപ്പ് ചെയ്യുക. നമ്മൾ കളയേണ്ട സാധനങ്ങളൊക്കെ ആണെങ്കിൽ കെട്ടിപ്പൂട്ടി പുറത്തേക്ക് വലിച്ചു കളയില്ലേ? ജീവിതത്തിലെ തോൽവികൾ കളയേണ്ട സാധനങ്ങളാണെന്ന് വിചാരിച്ചുകൊണ്ട് പാഠം പഠിച്ച ശേഷം കെട്ടിപ്പൂട്ടി പുറത്തേക്ക് എറിഞ്ഞേക്ക്. തീർക്കാൻ തീരാത്ത സങ്കടം ഉണ്ടോ നിങ്ങൾക്കതിൽ? എഴുതിയ ശേഷം ഒരു മെഴുകുതിരിയോ ഒരു മൺചെരാതോ കൊളുത്തി വെച്ചിട്ട് അതിലത് കത്തിച്ച് ആ ആഷ് കൊണ്ട് പുറത്ത് കളഞ്ഞോ, മനസ്സിൽ ഉറപ്പിച്ച് സങ്കല്പിച്ചോ, കളഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി ആരെങ്കിലും അതിനെക്കുറിച്ച് കുത്തി പറയാൻ വരുമ്പോൾ അത് ഞാൻ കത്തിച്ച് കളഞ്ഞ കാര്യമാണെന്ന് സ്വയം അവനോട് പറയുക. നേരിട്ട് അവരോട് പറയാൻ പറ്റുമെങ്കിൽ ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇട്ട കാര്യമാണെന്ന് പറഞ്ഞോ. ഇനി ചില ആളുകൾ പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം സന്ദർഭത്തിൽ സാഹചര്യത്തിൽ അവരായിരിക്കാം നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ അവരും നമ്മളെ കുത്തി പറയാൻ വരുമ്പോൾ എന്ത് വിചാരിക്കണം? ഞാൻ കത്തിച്ച് കളഞ്ഞ പേജാണത്, ഞാൻ വേറെ ആളാണിപ്പോൾ എന്ന് സ്വന്തം ഉള്ളിൽ നമ്മളെ കേൾപ്പിക്കുക. പുറത്ത് പറയേണ്ട, ഉള്ളിൽ കേൾപ്പിക്കാമല്ലോ. എന്നിട്ട് നമ്മുടെ ഊർജ്ജത്തെ നഷ്ടപ്പെടുത്താതെ ദിവസവും ആത്മപരിശോധന നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനതായിട്ടുള്ള യാത്ര. മൂന്നാമത്തെ പി എന്നതായിരിക്കുന്ന വോയിസ്. പി എന്ന് വെച്ചാൽ പ്രോക്രാസ്റ്റിനേഷൻ. ഒന്നാമത്, എന്തെങ്കിലും ഒരു ചെറിയ ഫെയിലിയർ വരുമ്പോൾ മനുഷ്യന്മാരുടെ ഉള്ളിലൊക്കെ ആദ്യം വരുന്നതായിരിക്കുന്ന രോഗം എന്ന് പറയുന്നത് മാറ്റിവെക്കലാണ്. സാരമില്ല, കുറച്ച് ദിവസം കഴിഞ്ഞോട്ടെ, ഈ മനസ്സിൻ്റെ വിഷമം ഒന്ന് തീരട്ടെ, ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് തുടങ്ങാം. ഇപ്പോൾ തോറ്റല്ലേ ഉള്ളൂ തുടങ്ങുമ്പോൾ പലതും പറഞ്ഞാലോ, അതുകൊണ്ട് കുറച്ച് സമയം കഴിയട്ടെ. ഈ മാറ്റിവെക്കൽ എവിടേക്കും നമ്മളെ കൊണ്ടെത്തിക്കില്ല. അതുകൊണ്ട് ഒരു കാര്യം കഴിഞ്ഞാൽ തോറ്റാലും ജയിച്ചാലും നമുക്ക് നഷ്ടമുണ്ടാക്കും. എങ്ങനെയാണെന്നറിയോ? ഞാൻ ജയിച്ചു, ഞാനെല്ലാം നേടി, എല്ലാം അറിഞ്ഞു, ഇനി എന്തും എനിക്ക് പറ്റും എന്നതായിട്ടുള്ള ഓവർ കോൺഫിഡൻസ് നമുക്ക് വന്നു പോയാൽ അതും നമ്മുടെ ലൈഫിൽ താളം തെറ്റിക്കുകയുള്ളൂ, അതും നമ്മുടെ അബദ്ധങ്ങൾ ഉണ്ടാക്കിക്കുകയുള്ളൂ. അതുകൊണ്ട് തോറ്റാലും ജയിച്ചാലും ലൈഫിലെ ഒരു ചാപ്റ്ററിൻ്റെ എൻഡിങ്ങിൽ അതിനെ വിശദമായിട്ട് വിശകലനം ചെയ്ത് പഠിക്കണം. ജയിക്കാനുണ്ടായ ഘടകങ്ങൾ എന്തൊക്കെയാണ്, തോൽക്കാനുണ്ടായ ഘടകങ്ങൾ എന്തൊക്കെയാണ്. തോൽവികളെ ഫുൾ സ്റ്റോപ്പ് ഇട്ടേക്കണം, ജയങ്ങൾക്കും ഫുൾ സ്റ്റോപ്പ് ഇട്ടേക്കണം. ഇല്ലെങ്കിൽ അത് ഈഗോ ആയിക്കൊണ്ട് നമ്മളെ തളർത്താനുള്ള സാധ്യതയുണ്ട്, വീഴ്ത്താനുള്ള സാധ്യതയുണ്ട്. ജയിച്ചിട്ടാണ് വീഴുന്നതെങ്കിൽ വീഴുന്നതിൻ്റെ ആക്കം കുറേ കൂടുതലായിരിക്കും. അതുകൊണ്ട് രണ്ടിനും ഫുൾ സ്റ്റോപ്പ്. ഇന്നലെ എന്തോ അതിന് ഫുൾ സ്റ്റോപ്പ്, ഇന്നെന്തോ അതിൽ നിന്ന് ഞാൻ പാഠം പഠിക്കുന്നു. എന്നിട്ട് മാറ്റി വയ്ക്കാത്തതായിരിക്കുന്ന ഘടകങ്ങൾ എനിക്ക് വേണ്ടി ഇന്ന് അതിനാദ്യം എന്ത് ചെയ്യണം? കൊച്ചു ലക്ഷ്യങ്ങൾ. എനിക്ക് ഇത്ര ദിവസം ഞാൻ ഇന്നത് പഠിച്ചിരിക്കും, അല്ലെങ്കിൽ ഒരു 7 ദിവസം ഞാൻ ഇന്നത് വായിച്ചിരിക്കും, 7 ദിവസം മുടങ്ങാതെ ഞാൻ മെഡിറ്റേഷൻ ചെയ്യും, 7 ദിവസം ഞാൻ രാത്രി എൻ്റെ സെൽഫ് ചെക്കിംഗ് ചാർട്ട് ഞാൻ പരിശോധിക്കും, 7 ദിവസം ഞാൻ ഇന്ന കാര്യം ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ കൊച്ചു കാര്യങ്ങളെ മുടങ്ങാതെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ആദ്യം ഒരു വീഴ്ചയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഓടി നടക്കാൻ പറ്റിക്കൊള്ളുന്നില്ല, പക്ഷെ വടി പിടിച്ചാണെങ്കിലും നടക്കണം. ഒരു തോൽവി ഉണ്ടായിട്ടാണ് മുന്നോട്ടുള്ള യാത്രയെങ്കിൽ അറ്റ്ലീസ്റ്റ് വേണ്ട പ്ലാനിങ്ങിന് വേണ്ടി ഇത്ര സമയം ഞാൻ പ്ലാൻ ചെയ്യും, അതിനുവേണ്ടി ഞാൻ പഠിക്കും, ഇന്ന കാര്യങ്ങൾ കണ്ടെത്തും. നാളേക്ക് മാറ്റി വയ്ക്കാതെ ഇന്ന് മുതൽ മുടങ്ങാതെ 7 ദിവസം നിങ്ങൾ ചെയ്തു നോക്ക്. നിങ്ങളുടെ ലൈഫിലെ ഏതവസ്ഥയിൽ നിന്നും ഒരു മാറ്റം കൊണ്ടുവരാൻ, ജയത്തിൽ നിന്ന് അഹങ്കാരത്തിലേക്ക് പോകാതിരിക്കാൻ, തോൽവിയിൽ നിന്ന് അപകർഷതാബോധത്തിലേക്ക് പോവാതെ മുന്നേറാൻ ഈ കാര്യങ്ങൾ നിങ്ങൾ നിരന്തരമായി ലൈഫിൽ കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ആദ്യത്തെ VIP നിങ്ങളായിരിക്കും. നിങ്ങൾ ജീവിക്കുന്ന സൊസൈറ്റിയിലെ VIP നിങ്ങളായിരിക്കും. അങ്ങനെ ജീവിതത്തിലെ ജയപരാജയങ്ങളിൽ ഒന്നും തന്നെ പതറാതെ സമചിത്തതയോടുകൂടി മുന്നോട്ട് പോകാൻ ഈ രാമായണ മാസമാകുന്ന കർക്കിടകത്തിൽ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.